ഈ പ്രായത്തിൽ തന്നെ നാട് ഒക്കെ കാണട്ടെ എന്ന് പറഞ്ഞു. അവന് 11 വയസ്സുള്ളപ്പോഴത്തേക്കിന് പുള്ളി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർക്ക് തന്നെ വിട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയോ? ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഈ പുള്ളിയുടെ ചില പരീക്ഷണങ്ങളോട് എനിക്ക് ചില എന്താ പറയുക താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹി വാസ് വെരി ബ്രേവ്. ആ സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടൊക്കെ തന്നെ ജീവിതത്തിൽ അവനും ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ദിവസം എന്നെ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരാണ്, നീ അവൻ്റെ കയ്യിൽ കുറെ റൈസ് ഒക്കെ കൊടുത്ത് വിടാൻ പറഞ്ഞു. പിന്നെ ചോദിച്ചാൽ എങ്ങനെ വിടും എന്ന് ചോദിച്ചാൽ പറഞ്ഞു, കോട്ടയത്ത് നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ബസ്സിൽ കയറ്റി വിട്ടാൽ മതി, ഞാൻ വന്ന് വിളിച്ചോളാം തന്നെ. അപ്പോൾ അവന് 11 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവന് നേരെ കയറ്റി വിട്ടു. പക്ഷെ സേഫായിട്ട് നമുക്കന്ന് തോന്നി. കാര്യം എന്നാന്ന് വെച്ചാൽ ബസ്സിൽ കയറിയാൽ മതിയല്ലോ, ഇറങ്ങുന്നിടത്ത് ഒരാളുണ്ട്, പിന്നെ ട്രാവലുകാരോട് പറഞ്ഞു വിട്ടു. പിന്നെ 14 വയസ്സ് അടുത്ത സമയത്താണ് കണ്ടമാല് വിട്ടത്. ഒരു മാസം അവിടെ റേഞ്ച് പോലും ഇല്ല, വില്ലേജ് ഒറ്റയ്ക്ക്. നമ്മുടെ കൂടെയുള്ള ജോലി ചെയ്യുന്ന പയ്യനെ, അവന് ബ്രഹ്മ എന്നായിരുന്നു പേര്, ബ്രഹ്മയുടെ കൂടെ നമ്മൾ വിട്ടു. പിന്നെ അവനവിടെ വലിയ മരത്തിൻ്റെ ഒക്കെ മേളിൽ കയറി റേഞ്ച് പിടിച്ചിട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ അവർ വീട് പണിയാനാണ് അവൻ ലീവ് എടുത്ത് നമ്മുടെ അടുത്ത് നിന്ന് പോയത്. ആ വീട് പണി എന്ന് പറഞ്ഞാൽ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ അപ്പോൾ അവിടെ വരും. ഇവർ തന്നെ മണ്ണ് വെച്ച് ഇഷ്ടിക ഉണ്ടാക്കുന്നു, ഇവരെല്ലാവരും തന്നെ വീട് പണിയുന്നു, അവരവിടെ താമസിക്കുന്നു. എന്നിട്ട് അവിടെ താമസിക്കുക. ആക്ച്വലി നമ്മുടെ നാട്ടിലൊരു വീട് പണി എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ചിലപ്പം വീട് പണിയുന്ന ആൾക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഇവരയാളുടെ ഭാര്യ, ഭാര്യയുടെ ആങ്ങള, അങ്ങനെ ബന്ധുക്കളെല്ലാം കൂടെ ചേർന്നാണ് ഒരു വീട് പണിയുന്നത്.